Hey!
ഒരൊറ്റ ഫോട്ടോ എടുക്കാൻ വിട്.
ആവശ്യകരമായ ഘോഷയാത്രയോടുകൂടി എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ സ്വർണ്ണക്കപ്പൽ സ്വീകരിക്കാൻ ആദരണീയനായിട്ട് പുരാതന മന്ത്രി ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ സ്വാഗതം ചെയ്യും. അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ ജനപ്രതിനിധി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാമേന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖരായ ഉദ്യോഗസ്ഥരുകളായി ഇവിടെ കാത്തിരിക്കുക. സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് വിജയഗിരിരമണിയൻ അഭിമാനോജ്വലമായ അവസരമുണ്ടാക്കിയ കുട്ടികളെ അഭിവാദ്യം ചെയ്യുക. അവർക്ക് ജില്ലാതിർത്തി വെച്ച് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കാനാണ് നമ്മളെല്ലാം ഇവിടെ കരുതുന്നത്. അഭിമാനകരമായ മഹത്വം നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട മക്കൾ ഈ കലോത്സവ വേദിയിൽ പോരാട്ടം നടത്തി വിജയഗിരിരമണിയൻ അവസരമുണ്ട്. ആ പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ തൃശ്ശൂരിലായിരുന്നു.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന് തിളക്കമാർന്ന വിജയം നേടിയെടുക്കാനും സ്വർണ്ണ കിരീടമണിയാനും കഴിഞ്ഞത് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. ഇത് ഉത്സാഹജനകമായ ആരോഗ്യകരമായ മത്സരബോധത്തിലൂടെ കലാസാംസ്കാരിക രംഗത്തേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. വളർന്നു വരുന്ന യുവാക്കളുടെ മനസ്സിനെ സംശീകരിക്കുവാനും ഉദാത്തവൽക്കരിക്കാനും കഴിയുന്ന അനർഘമായ ഒരു കർമ്മ പദ്ധതിയാണ് കലാപരിപാടികൾ സംസാരിക്കുന്നത്. സ്കൂൾ കലോത്സവം അതിന് വേദിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രതീക്ഷാനിർഭരമായ കാര്യം. ആ കുട്ടികളെയും വിജയകിരീടമണിയാനും സഹായിച്ച എല്ലാ സ്രോതസ്സുകളെയും ഞാൻ ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഉണ്ടാക്കിയ കുട്ടികളെ അഭിവാദ്യം ചെയ്യും. അവർക്ക് ജില്ലാതിർത്തിയിൽ വെച്ച് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ചെയ്തത്. അഭിമാനകരമായ മഹത്വം. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട മക്കൾ ഈ കലോത്സവ വേദിയിൽ പോരാട്ടം നടത്തി വിജയ കിരീടമണിയാൻ അവർക്ക് അവസരമുണ്ടായി. ആ പരിപാടി ഉദ്ഘാടന ചടങ്ങിൽ ഞാനും തൃശ്ശൂരിലുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചിലരെ കാണാനും സാധിച്ചു. എല്ലാവരോടും ഞാൻ വിജയാശംസകൾ നേർന്നു. പക്ഷെ വിജയ കിരീടമണിഞ്ഞ് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ പോരാട്ടത്തിന്റെ കാഠിന്യവും സാഹചര്യവും കണക്കിലെടുക്കുമ്പോൾ എന്താകുമെന്ന് എനിക്ക് ഓർക്കേണ്ടിയില്ല. പക്ഷേ എല്ലാ ആശങ്കകളും സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് കണ്ണൂരിൻ്റെ അഭിമാനകരമായ ഭൂതകാല ചരിത്രവും സാംസ്കാരിക സാമൂഹ്യ വൈജ്ഞാനിക രാഷ്ട്രീയ പ്രബുദ്ധതയും വിളംബരം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്വർണ്ണ കിരീടം കരസ്ഥമാക്കി വന്നിരിക്കുകയാണ്. സംസ്ഥാന വിജയികളായി
ഒരു പൊൻതോവൽ കൂടി പൊൻകിരീടവും കൂടി നൽകിയ എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾക്ക്, വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തവർക്കെല്ലാം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അഭിവാദ്യങ്ങളും നന്ദിയും പറയുന്നതിനോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ കടമ എന്ന് പറയുന്നത് ഈ വേദിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. മ്യൂസിയം മിനിസ്റ്ററായിരിക്കുന്ന ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർക്കാണ് ഈ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഈ അതിമഹനീയമായിട്ടുള്ള വേദി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പോലീസ് കമ്മീഷണറായിരിക്കുന്ന ശ്രീ ലിതിൻ രാജ് അവർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയിരിക്കുന്ന ശ്രീ പി രവീന്ദ്രൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെ ക്ഷണിച്ചുകൊള്ളു. കണ്ണൂരിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കഴിഞ്ഞ വർഷം കണ്ടിനും ചുണ്ടിനും കപ്പിനും വെളിയും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെ നേരിയ വ്യത്യാസത്തിനാണ് നമുക്ക് സ്വർണ്ണക്കപ്പ് നഷ്ടപ്പെട്ടു കൊടുത്തത്. അതിനു മുൻവർഷം കണ്ണൂരിനായിരുന്നു ആ നഷ്ടപ്പെട്ട കപ്പ് തിരിച്ചുപിടിക്കാനും ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം കഴിഞ്ഞ 14-ാം തീയതി ആരംഭിച്ചിട്ടുള്ള കേരള സ്കൂൾ കലോത്സവം. അത് പിന്നിടുന്ന അവസാന നിമിഷം വരെ ഓരോ ഇഞ്ചും പൊരുതി എല്ലാ ദിവസവും നമുക്ക് 1-ാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നിങ്ങളെല്ലാം പ്രത്യേകം ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഈ വിജയം നമുക്ക് ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടി സാധിക്കണം. വലിയ കഷ്ടപ്പാട് നമുക്കറിയാം. ത്യാഗപൂർണമായിട്ടുള്ള ഏറെക്കാലത്തെ വലിയ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഉജ്ജ്വലമായിട്ടൊരു വിജയം. ഏതാണ്ട് ഇവിടെ ഡി പറഞ്ഞത് ഒരു 3-4 ഇനങ്ങളിലൊഴികെ ബാക്കി എല്ലാ ഇനങ്ങളിലും 249ഓളം ഇനങ്ങളിൽ നമുക്ക് അതിൽ 4-5 ഇനങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ ഇനങ്ങളിലും നമുക്ക് A+ നേടിക്കൊണ്ടാണ് നമ്മുടെ 1000ഓളം കലാകാരികൾ, നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ നമുക്ക് അഭിമാനമായി മാറിയിട്ടുള്ളത്. അവരെ നെഞ്ചോടുകൂടി ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. ഇനിയും ഏറെ വിജയങ്ങൾ നേടാൻ, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ആ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സഹോദരന്മാരെ, ജനപ്രതിനിധികളെ, ഈ ചടങ്ങിൽ അധ്യക്ഷാപദം അലങ്കരിക്കുന്ന ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്വാഗതം ആശംസിച്ചു. അഭിമാനോജ്വലമായ അനർഘമായ ഒരു സായം സന്ധ്യ. ഈ സായം സന്ധ്യയിൽ പങ്കെടുത്ത നിങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കാം. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കിരീടം നേടിയെടുത്ത് അഭിമാനഭാജനങ്ങളായി വിജയത്തിന്റെ മഹാശൃംഗങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ ജില്ലയിൽ യാത്രാഭിവൃദ്ധിയിരിക്കുകയാണ്. നമ്മുടെ മാഹി അതിർത്തിയിൽ വെച്ച് ജേതാക്കളെയും ഇവരെയൊക്കെ സ്വീകരിക്കാനുള്ള ചടങ്ങിൽ എളിവനായി ഞാൻ എന്തൊരാത്മഹർഷമാണ്, എന്തൊരാത്മാഭിമാനമാണ് നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട വാഗ്ദാനങ്ങളായ മക്കൾ നേടിയെടുത്തത്. 1028ഓളം എനിക്ക് നേടിയെടുത്തു. ആ ഉദ്ഘാടന ചടങ്ങിൽ 14-ാം തീയതി ഞാനും ഉദ്ഘാടന വേദിയിൽ തൃശ്ശൂരുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരത്തിന്റെ നഗരി, സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയപ്പെടുന്ന തൃശ്ശൂരിൽ കണ്ണൂർ ജില്ലയുടെ മക്കൾ അവതരിപ്പിച്ച കലാ സാംസ്കാരിക പരിപാലന പദവിന്യാസങ്ങൾ, പദധ്വനികൾ ഒരു വലിയ ശബ്ദഘോഷമായി തൃശ്ശൂരിന്റെ ഹൃദയഭൂമിയിലേക്ക് ഒഴുകി വരുന്ന അത്യന്തം ആവേശകരമായ രംഗത്തിനാണ് ഞങ്ങൾക്കത് കാഴ്ചക്കാരാൻ നിൽക്കുന്നത്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക. ഇനിയും ഇതുപോലുള്ള നിരവധി മത്സര രംഗങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിരിക്കും. കലാകേരളത്തിൽ, കായിക കേരളത്തിൽ ഇങ്ങനെ മുഖമുഖമായ കർമ്മതലങ്ങളിൽ ഏത് മത്സരവേദിയിലും ആരോട് മത്സരിക്കാനും വിജയപഥങ്ങൾ സഞ്ചരിച്ച് വിജയകിരീടമണിയാനും കഴിയുന്നവരാണ് കണ്ണൂരിലെ നിങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ട മക്കളെന്ന്
അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ വിജയ കിരീടം നിങ്ങൾ നേടിയെടുത്ത് ഇവിടെ എത്തിച്ചേർന്നത്. അത് യാതൊരു സന്ദേഹവും വളർന്നു വരുന്ന യുവാക്കളുടെ മനസ്സിനെ പവിത്രീകരിക്കുവാനും സംസ്കൃതീകരിക്കാനും ഉദാത്തവൽക്കരിക്കാൻ കഴിയുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ വൈജ്ഞാനിക ചിന്തകൾ കൊണ്ട് കലാപ്രകടനങ്ങൾ കൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ അഭിമാനഭാജനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ കേരളം ഒന്നാമതാണ് നിങ്ങൾക്കെല്ലാം അറിയും. ആ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നതിൽ നിങ്ങളെപ്പോലുള്ള പ്രിയപ്പെട്ട മക്കൾ, അവരുടെ രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, മാനേജ്മെന്റ് എല്ലാവരും ഒരുപോലെ അതിൽ പങ്കാളികളാക്കാൻ. അങ്ങനെ കേരളത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സംസ്ഥാന സർക്കാരിനെ സഹായിച്ച നിങ്ങളോടെല്ലാം തന്നെ നന്ദി പറയുകയാണ്. ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഉചിതമല്ല. ഇനിയും ധാരാളം വ്യക്തികളുടെ സംസാരിക്കാനുണ്ട്. ശുഭതയേർന്ന മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കർമ്മതലങ്ങളിലും അതിൻ്റെ ആത്മബോധം പ്രകാശനം ചെയ്യുന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങനെ ഏത് കൊടുമുടിയും കീഴടക്കാൻ കഴിയുന്ന ജേതാക്കളായി കണ്ണൂരിന്റെ പ്രിയപ്പെട്ട മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രം ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധ്യാനേരത്ത് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്കെല്ലാം തന്നെ എന്റെ സ്നേഹനിരപരമായ അഭിവാദനങ്ങളും ആശംസകളും ചേർന്നുകൊണ്ട് വിജയികളായിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടി അഭിമാനം നിറഞ്ഞ ഒരു അഭിവാദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയെടുത്ത കണ്ണൂർ സെന്റ് തെരേസ സ്കൂളിനും കണ്ണൂർ CHM എൻ്റെ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലക്ക് പ്രത്യേകമായ അഭിനന്ദനവും ഒരു മെമന്റവും നൽകുന്ന കാര്യം കൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം. വളരെ അഭിമാനമുള്ള ഒരു സന്ദർഭമാണ് ഇത്. സുദീർഘമായി സംസാരിക്കേണ്ട ഒരു വേദിയല്ല. കണ്ണൂർ എന്ന നമ്മുടെ ജില്ല എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്താണെന്ന് അഭിമാനകരമായി നമ്മുടെ പുതിയ തലമുറയെ അതിശക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അവർ അസാധാരണ പ്രതിഭകളും മികച്ച കലാകാരന്മാരും കലാകാരികളുമാണ്. എനിക്ക് തോന്നി ഈ ഒന്നാം സ്ഥാനം കിട്ടുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ കടന്നപ്പള്ളി സാർ വന്നിട്ട് അവിടെ ആ ഉദ്ഘാടനത്തിൽ ഒരു പാട്ട് പാടി അല്ലേ, കേരളത്തിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. എല്ലാവരും കേട്ടിരുന്നോ? ഉദ്ഘാടന സമയത്ത് ഭയങ്കര പാട്ട് പാടിയ. അപ്പൊ ഏതായാലും ഒരു കലാകാരനായ മന്ത്രി നയിക്കുന്ന ജില്ലയിൽ കലാകിരീടം വന്നു എന്നുള്ള അഭിമാനകരമായ ഒരു സാഹചര്യം നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. ഏതായാലും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ DD, അവരുടെ കുറെ ദിവസമായി അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ ഓഫീസർമാർ, പിന്നെ ഇതിൽ അധ്യാപകർ, അവരെ ഓരോ സ്കൂളിലും അവരുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ട്. സെന്റ് തെരേസ സ്കൂൾ ഇവിടെ ഉണ്ട്, മറ്റ് ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്, CHM, അങ്ങനെ വിവിധ അധ്യാപകർ നടത്തിയിട്ടില്ല. അധ്യാപകരും അവരും നടത്തിയിട്ടുള്ള വലിയ പരിശ്രമം, ഇവരെല്ലാം മാനേജ്മെന്റും അവരെല്ലാം നടത്തിയിട്ടുള്ള പരിശ്രമം, കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും, ജില്ലാ പഞ്ചായത്തിനെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കും. അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും രക്ഷിതാക്കളോടുമെല്ലാം ഞങ്ങളുടെ കടപ്പാട് ഇവിടെ അറിയിക്കുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കലാപരമായ കഴിവുകൾ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടന്ന് ജീവിതം മനോഹരമാക്കണമെന്നാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമ്മൾ രണ്ടാമതും, ഞാൻ ഇവിടെ ജില്ലയിലുള്ള സമയത്ത് രണ്ടാമത്തെ സമയമാണ് ഈ കപ്പ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു അഡീഷണൽ ആയിട്ടുള്ള സന്തോഷമുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ തന്നെ പോയി കണ്ടത് വളരെയധികം സന്തോഷം. അവിടെയുള്ള കളക്ടറെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവിടെയുള്ള കഴിഞ്ഞ വർഷം തൃശ്ശൂരാണ് സമ്മാനം കിട്ടിയത്, തൃശ്ശൂരിനാണ് കിട്ടിയത്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവരെ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ഓരോ കുട്ടിയും, അത് ഓരോ പാരൻറ്റും ഓരോ ടീച്ചർമാരും ചെയ്യുന്ന ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് ഇവിടെ ഇരിക്കുന്ന കപ്പുകൾ ഓരോന്നും. അപ്പോൾ ഈ വരുന്ന വർഷങ്ങളിൽ, ഇനി വരുന്ന എല്ലാ വർഷവും നമുക്ക് ഇതേപോലെ തന്നെയുള്ള അച്ചീവ്മെൻറ്റിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് നേരുന്നു. ഈ വിജയം നമുക്ക് എല്ലാവരുടേതും കാണുന്ന കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.
എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ? 14-ാം തീയതി മത്സരം തുടങ്ങിയപ്പോ മുതൽ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ നമ്മള് 1ാം സ്ഥാനത്ത്, അത് 18-ാം തീയതി വരെ. ഇടയ്ക്കൊക്കെ നമ്മളോടൊപ്പം കയറാൻ ചിലരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ അടുത്ത റിസൾട്ട് വരുമ്പോ വീണ്ടും നമ്മൾ 1ാം സ്ഥാനത്തെത്തി. അങ്ങനെ ശരിക്കും 5 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ വർഷം നമുക്ക് കപ്പ് കിട്ടിയത്. ഈ സുവർണ്ണ കിരീടം കണ്ണൂരിലെത്തിക്കാൻ അത്യധ്വാനം ചെയ്ത, കഠിനാധ്വാനം ചെയ്ത നമ്മുടെ കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള മക്കൾ, അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകന്മാർ, അധ്യാപികമാർ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരെയും ആദ്യമായി ഈ നന്ദി രേഖപ്പെടുത്തുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി. അതോടൊപ്പം ഇത്തരമൊരു അനുമോദന സദസ്സ്, ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവരുകളെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹുമാന്യായ അഴീക്കോട് MLA ശ്രീ KV സുമേഷ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. മുന്നിലുള്ള ആളർക്ക് പിന്നോട്ട് നിന്നാ മതി, നാം കറക്റ്റായിട്ട് കിട്ടും. എല്ലാവർക്കും ഇവിടുന്ന് എടുക്കാലോ, പിന്നെ എന്തിനാ മുന്നോട്ട് പോയി? ചേച്ചി കുറച്ച് ബാക്കോട്ട് നിന്ന് എടുത്തോ, എല്ലാവർക്കും എടുക്കാലോ, പിന്നെന്തിനാ ഇങ്ങനെ മുന്നിൽ കയറിയിരിക്കുന്നത്? എല്ലാവരും പിന്നോട്ട് നിൽക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പിന്നെന്താ പ്രശ്നം? ഫോണ് മുട്ടിപ്പോ ഓരമേക്ക്. ഇവിടെ